ഒരു ടാബിൽ അതും കൂടി ഓപ്പൺ ചെയ്ത് വെച്ചു. കുറച്ച് ഇത് കുറയ്ക്കാം. ബുള്ളോപ്പിയുടെ ലൈവ് ആണ് ഇത്, ക്ലിയർ അല്ല. ബുള്ളോപ്പി പിക്ക് ചെയ്തു. KV ഉണ്ട്, OG ഉണ്ട്, KTM ഉണ്ട്, TV ഉണ്ട്, ബെല്ലാരി ഉണ്ട്, T47 ഉണ്ട്, ബഫർ ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. സോണ് പോന്നത് നേരെ ഈ ഒരു ഏരിയ ഇങ്ങനെ ഇന്നലത്തെ സോണാണോ ഒന്നും പറയാൻ പറ്റില്ല. ഇന്നലത്തെ സോണ് പോലെ പോയിട്ട് T47 ഇല്ലെന്ന് തോന്നുന്നു. T47 ഉണ്ടല്ലോ. ക്യാം വേണ്ട, മുള്ളോപ്പിയുടെ ലൈവ് പോയി കാണാം. ഉണ്ടാവില്ല, ക്യാം ഉണ്ടാവില്ല. കത്തിപ്പോയിട്ട് തിരിച്ചറിയിട്ടുണ്ട്. ഞാൻ തെരുവിലേക്ക് നിർത്തി നന്നാകാണേ. SPB ഫുള്ള് അപ്പൊ ഫൈനൽസിൽ മൊത്തം 6 ടീമേ ഉണ്ടാവുള്ളല്ലേ? ബിൽഡിംഗിൽ ബിനു ബോസാ അറ്റാക്ക് 5 മിനിറ്റ് കഴിഞ്ഞാ നാളെ ഉണ്ടാവും. ഇതാരെ SBB ആണോ? SBB ആണല്ലേ ഇവര്. DNS ആണ് G47. ഓക്കെ. Let's go. DNS കിൽഫീഡ് അവിടെയാണ്. ക്യാമ്പ് സൈഡ് മാറ്റുമോ? ഇവിടെ കിൽഫീഡ് ഇതിന് മുകളിലോട്ട് വരത്തില്ല. ഇവിടെ വരെ രണ്ടുപേരുടെ ലൈഫ് പോയി, ഒരു ലൈഫ് പോയി, അവര് സൂസൈഡ്. ഇവിടെ വരെ ഉള്ളു ഗിൽഫീഡ്. ഇവിടെ ഗിൽഫീഡ്. SBB ഫുൾ ഫോം എന്താ എനിക്ക് അറിഞ്ഞൂടാ. TV ആരൊക്കെയാ കളിക്കുന്നത്? TVയുടെ നമുക്കങ്ങനെ സെക്കൻഡ് ലൈനപ്പ് മെയിൻ ലൈനപ്പ് ഒന്നും ഇല്ല. നമ്മുടെ 2 മെയിൻ ലൈനപ്പാ TVയിൽ ഇന്ന് കളിക്കണത്. മന്ദാരം, ചന്ദ്രൻ, കണ്ണാപ്പി ഉണ്ടോ ഇന്ന്? എന്റെ മൈക്ക് എന്താ നിങ്ങൾക്ക് ഈ പരാതി പറയണേ? മൈക്കിന് എന്തെങ്കിലും പറ്റിയോ? എന്റെ ഞങ്ങക്ക് കുഴപ്പമില്ല, VC കുഴപ്പമില്ല. മൈക്ക് നോ സീൻ. ഇല്ല. ഓക്കെ. CSK SBB DNS ക്വാളിഫൈ ആവും. നോക്കാം. CSK SBB DNS ഒരു സോൺ ബേസ്ഡ് കളിയാ. ഒന്നും പറയാൻ പറ്റത്തില്ലടാ. സോൺ അത് ഭയങ്കര സാധനമുണ്ട്. അത് ഭയങ്കര ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ പോയ അങ്ങോട്ടാ പോണേ. സോൺ ഔട്ട് ഫുൾ എല്ലാവരും സോൺ ഔട്ട്. നീ സോ സോൺ ഗെയിംസിന് ഒരിക്കലും എന്ന് പറയണ്ട പ്രഡിക്ഷൻ നല്ലതല്ല. അതെ, സത്യമാണ് പറഞ്ഞ കാര്യം. KTM ഫുള്ള് കൊടുക്കുന്നുണ്ട്. KTM ബിനു ബോസ്, KTM സ്റ്റോണി, KTM സൈത്താവ പറഞ്ഞേള്ളൂ. എത്ര ടീം ക്വാളിഫൈ ആവും? തിന്മാട്രി ബാറ്റിൽ ബിഗിൻസ് അറ്റാക്ക്. ഓക്കേ, വെടി തുടങ്ങി. നമുക്ക് നോക്കാം ഫസ്റ്റ് എവിടെ അടിയോട്ട് വന്ന്. KV ഇവിടെ അടുത്തുണ്ട്. KV അല്ലേ? ആ ബിൽഡിങ്ങും മറ്റേ ഫീൽഡും കാണുന്ന എനിക്ക് ട്രോമയാണ് ഇപ്പൊ. 10 കിലോമീറ്റർ മാരത്തണും ടീമിൽ 4 പേരെ വെടിയും വെച്ച് കൊന്നു. നിങ്ങൾ കാണണോടെ ഒന്നും എടുത്തു വെച്ചിട്ട് അത് എന്തോ ബഗ് ഉണ്ടാ. റീലോഡിലാ ചത്തേക്കണ എല്ലാരും. പറഞ്ഞ ആ ആനിമേഷനിലാണ് നിങ്ങളെല്ലാരും ചാവണല്ല. നിങ്ങളെ ഞാൻ വെടിവെക്കുന്നതല്ല. അല്ലല്ല, നിന്നെ മോബിയെ ഞാൻ നിന്നെ കൊല്ലുന്നത് എങ്ങനെയാണെന്നറിയാവോടാ? നിന്റെ മണ്ടയ്ക്ക് മാർക്ക് ഇടും ആരാണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വെടി വരും. അപ്പൊ ഞാൻ അതിലോട്ട് വെടി വെക്കും. അന്നേരം നീ ചത്തു പോകും. നീ 1 HP എന്തോ ആയിരുന്നു. ഇല്ല, ഞാൻ അണ്ണന്റെ ഞാൻ സൈഡിൽ നിൽക്കുക. അണ്ണന്റെ മുമ്പിൽ പോലും ഞാൻ അങ്ങനെ ചത്തുപോയി. ചുമ്മാ അണ്ണന്റെ POയിലും അങ്ങനെ തന്നെ ഞാൻ ചാവുന്നത്. എന്റെ POയില് ആരെ ഞാൻ ഇടിക്കുന്നില്ല. അത് റീലോഡ് ചെയ്യുമ്പോ തന്നെ ആവുന്നത് ഇല്ല. പക്ഷെ അണ്ണന്റെ അടുത്ത് പോലും ഇല്ലടാ. ഞാൻ കുറച്ച് ദൂരെ നിക്കണേ. നീ അതിന് തൊട്ട് മുന്നേ ക്രോസ് ചെയ്താണ്. ക്രോസ് ചെയ്യും. ഞാൻ ക്രോസ് ചെയ്ത് അങ്ങനെ ഇതാണ് G47.
1 3 DNS 4 5 6 7 CSK അവിടെ കാണുന്നില്ലല്ലോ. അതെ കാണുന്നില്ല, അതാ ഞാൻ ആലോചിക്കണേ. ശരിയാണല്ലോ. അല്ലേ കോച്ചിനെ തന്നെ പറഞ്ഞ കേട്ടോ. ഒരു ലൈഫ് കോച്ച്. ഇന്ന് ഞാൻ കസറോ എന്ന് പറഞ്ഞു പോയതാണേ പുള്ളി. കസറിയട്ടെ പുള്ളി കസറിയത്. എടാ ഞാൻ കസറിന്റെ പോകറേ. DNS ആയിട്ട് ഫൈറ്റ് ആവുമല്ലേ ഇത്? ക്വാളിറ്റി ഹൈ ആക്കും. ഇതാണ് അവന്റെ ഹൈ ക്വാളിറ്റി. അവന്റെ ബിട്രേറ്റ് കുറവാണ്. ബിട്രേറ്റ് ഭയങ്കര കുറവാ അവന്. ബെല്ലാരി versus ഏബല് വീണു. ഓ ബെല്ലാരി ശിവ വീണു. ബെല്ലാരി തുമ്പിട് വീണു. ഓ ഇവിടെ അടി 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 അടി. AKM കളിച്ചാ ബെല്ലാരിനെ ബെല്ലാരി ഓൾ ഡൗൺ മിസ്സായി ഒരു ബെല്ലാരിയുടെ എല്ലാവരുടെയും ആദ്യത്തെ ലൈഫ് പോയി കേട്ടാ. ബെല്ലാരിയുടെ എല്ലാവരുടെയും ആദ്യത്തെ ലൈഫ് പോയി. ടെക്സാസും കളിച്ചിട്ടുണ്ട്. AKM ഉണ്ടായിരുന്നല്ലേ ഈ ലോബിയില്. ബെല്ലാരിനെ ഇവിടെ AKM നമ്മുടെ കൂടെ അല്ലായിരുന്നു AKM? നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അന്നത്തെ ഇതില് 6 കില്ലെടുത്ത്. ബെല്ലാരി 1 കില്ല്, CSK 1 കില്ല്. അതിലൊരെണ്ണം G കില്ല്. കോച്ച് സ്വന്തമായിട്ട് കോച്ചിനെ കൊന്നത് കില്ലായിട്ട് കൊണ്ടുപോയി ചേട്ടാ. ഇതിന് ഫ്രണ്ട്ലി ഫയർ ഉണ്ടോ ഈകളെ? ഉണ്ട്. പിന്നെ ഫ്രണ്ട്ലി ഭയങ്കര പെട്ടെന്ന് അടിക്കണല്ലേ ഈ തവണ? ആ അതെ 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 അതെ. KV ഇവിടെ തന്നെ നിക്കുവാണ്. അവര് റൊട്ടേറ്റേ ചെയ്യണില്ല. അവര് റിബൽ ബിൽഡിംഗ് ഹോൾഡ് ചെയ്യുക. നടുക്കിൽ ഇവിടെയാണ് സോമൻ നിന്നു. ബാക്കിയുള്ളവന്മാരൊക്കെ പുഷ് ചെയ്ത് നീലം ബെല്ലാരി ശിവാനെ അടിച്ചു. നീലൻ ഫൈറ്റ് ആയി. ഡീമൻ അടിച്ച് DNS അശ്വിനോപ്പി OG മിന്നലിനെ അടിച്ച്. ഇതൊന്നും കാണുന്നില്ലല്ലോടാ ഫൈറ്റ്. അശ്വിനോപ്പി 2 പിക്ക് എടുത്തല്ല. അശ്വിനോപ്പിയുടെ 2 പിക്ക് എടുത്ത്. CSKയിൽ ധോണി ഇറങ്ങിയോ? ഇല്ലല്ലോ ധോണി ഫിനിഷറാ. കുറച്ച് കഴിയുമ്പോഴേ ഇറങ്ങുള്ളൂ. എന്തൊക്കെ ചോദ്യം അവന്റെയൊക്കെ. ഞാൻ നന്നായിരുന്നു, ഇന്ത്യയൊക്കെ ഭാഗ്യമാണ്. ടീം കില്ലാണെന്നല്ലോ. അതെ ഫുൾ ടീം കില്ല്. നീലൻ ബെല്ലാരി ശിവ അടിച്ചായിരുന്നു. സൂയിസൈഡ് CSK ചന്ദ്രബോസ്. Let's go! CSK ചന്ദ്ര leading from the front. CSK ചന്ദ്രൻ സൂസൈഡ് ആയിരുന്നു. അവൻ ഒരുപാട് എനിക്കറിയാതെ സൂയിസൈഡ് ചെയ്തത്. ഒരുപാട് വിഷമങ്ങൾ. നമ്മുടെ മന്ദാരത്തിന് ഇപ്പോഴും ഒരു അതായത് മന്ദാരം പെർഫോം ചെയ്യാൻ എപ്പോ നോക്കിക്കാം. OG നേരെ കേറി ചെന്ന് SPBന്റെ അടുത്തോട്ടേ കാണല്ലോ. ആരോ കത്തിയേട്ടാ കേറ്റത്തിൽ കോച്ച് ചന്ദ്രൻ കോപ്പി. DNS ഓണം വന്നുകൊണ്ടേയിരിക്കുന്നു കേട്ടോ. ഭയങ്കര പെട്ടെന്നാണ് ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നു. ഇന്നലെ ഇങ്ങനെ ആയിരുന്നടാ. നമ്മള് കോച്ചിനെ പണ്ടി പന്താര ചത്ത്. കണ്ണാപ്പിനെ അടിച്ചിട്ടാ സെക്കൻഡിനെ കൊന്ന്, സെക്കൻഡ് കണ്ണാപ്പിനെയും കൊന്ന്. കണ്ണാപ്പിയെ കൊന്ന് ആ വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിക്കും. സെക്കൻഡിനെ സ്വന്തം സെക്കൻഡിനെ തന്നെ കൊന്ന്. കോച്ച് SBB ഹൈഡ്ര കക്കാശി ഇവരെല്ലാം KTM റിപ്സി ചത്തു. SBB ജപ്പാൻ ഡാൻസ് ചത്തു. CSK ഡോർക്കിൻ സിംഗിൾ ലോളിനും ഉണ്ട്.
മാറ്റാൻ പറ്റുമോ ഈ ആറ് നിൽക്കുമ്പോഴുള്ള പരിപാടി? ഇവിടെ എന്താ സംഭവിക്കണേ? സോണോട്ടായിട്ട് എല്ലാം ചാവുന്നു. SBB സോണോട്ട് ചത്ത്, SBB വാസ്കോ KV ഫുള്ള് ഇതിനകത്ത് ചത്ത്. സോണോട്ട് KTM സോണോട്ട് കോച്ച് എന്തോ ഒരു ലൈഫ് എന്തോ ഉണ്ടോ ഇതിന്? ഏറ്റവും കണ്ണാപ്പിനെ എടുത്ത് ജർമ്മൻ ഡൗൺ. പിന്നെ DNS ഒരുത്തൻ ഇവിടെ വന്നിട്ട് ഒരുത്തൻ ചാടി ഇറങ്ങി. ജബ്ബാർ അവനെ അടിച്ചു. ഓക്കിനെടുത്ത് ജബ്ബാർ അവനെ എടുത്ത്. ഇത് അടുത്തത് അപ്പൊ തന്നെ വന്നു അടുത്തത്. DNS GB ടീ ബാഗ്. TB അതേപോലെ തന്നെ DNS ഫുള്ള് ഇവിടെ കുത്തി. DNS ലെഗസി SBB ഡിസഡ്വാൻറ്റേജ് ആണ്. എല്ലാം കൂടി കുമ്പി. SBB ഹിറ്റ്മാൻ DNS SBBയിലെ അൾട്രോൺ എടുത്തിട്ടുണ്ട്. ചന്ദ്രൻ സൂയിസൈഡ് വീണ്ടും. ഷിനോപ്പിനെ എടുത്തിട്ടുണ്ട്. ഡെസ്ട്രോ വാസസ് ലെഗസി. ഡെസ്ട്രോ ചത്തു. ഡെസ്ട്രോ ചാവും ഇപ്പം. ഇതെല്ലാരും സൂയിസൈഡ് ആണല്ലോ. വന്നിട്ട് ഇവിടെ കുത്തിയിട്ടുണ്ട്. എല്ലാം സ്പ്ലിറ്റ് ആയി തോന്നുന്നു കേട്ടോ. ഓ അല്ല കോച്ച് കോച്ചിനെ പ്ലാച്ചിയെ കോച്ചിന്റെ ലാസ്റ്റ് ലൈഫാ. അവൻ ഇങ്ങോട്ട് വന്നല്ല, ഫൈറ്റ് കാണാൻ പറ്റത്തില്ല. DNS വരുത്തും ദേ വന്ന്. KTM കണ്ടില്ലേ അവന്? കണ്ടില്ല കോച്ച് കോച്ചിനെ കസക്കിയ അവര്. സിംഗിൾ ലെവലൻ മൂന്നുപേരും കൂടെ ഉള്ള ഉള്ളു. ചന്ദ്രനൊക്കെ 5 വട്ടം സൂയിസൈഡ് ആയില്ലേ? അവരുടെ പുറകിൽ ചന്ദ്രന് ഒരു ലൈഫും കൂടെ ഉണ്ട്. ഒരുത്തരെയും കിടക്ക്. ഇവരെന്താ ഇങ്ങനെ കളിക്കുന്നേ? സ്പ്ലിറ്റ് ആയി തോന്നുന്നു. ഏതോ ഫൈറ്റിൽ അതാ സംഭവം. എനിക്ക് കോള് വിളിക്കുന്ന ആളെ ചത്ത് കാണും. മന്ദാരുണ്ട്. റാംബോ ബ്രോ തുടങ്ങിട്ടാ. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ഈ മലന്റെ മുകളിലുണ്ട്. ബെല്ലാരി DNS ഫൈറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നത് AKത്തിന് കിട്ടുന്നതാണ്. അവർ കറക്റ്റ് സോം പിടിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. വെള്ളത്തിലാണ് സോം വന്നത്. ഓജിനെയാണോ അടിച്ചോണ്ടിരിക്കുന്നത്? BLD അടികൊണ്ട് ഓടുന്നത് വെള്ളത്തിലാണ് സോം വന്നത്. AKയും സെറ്റ് ആയിട്ടിരിക്കും അവിടെ. AKത്തിന് നല്ല അഡ്വാൻറ്റേജ്. ലാസ്റ്റ് ലൈഫ് തോന്നുന്നു കുറെ പേരുടെ. DNSനെ അടിക്കണത്. എക്സിക്യൂട്ടീവ് ഡ്രസ് കിട്ടുന്നത് മീറ്റിംഗ് കഴിഞ്ഞു. CSK വീണ്ടും ചന്ദ്രൻ ടോർക്കിനെ കൊന്നു. അല്ല ഇത് മറ്റേതാ മനസ്സിലായ റീലോഡ് സ്കിന്റെ മറ്റേ റീലോഡ് അടിക്കുമ്പോ വരുന്ന കണ്ണിന്റെ അവനെ എല്ലാ സ്ഥലത്തും ചുറ്റിന്ന് അടിയവന്. അൾട്രോണിനെ എടുത്തിട്ട് അടിക്കണം. എടാ ഒന്നുമില്ല, ഞാൻ 3 പേരെ കൊന്നപ്പോ ഞാൻ 2 കില്ലെടുത്തു. മനസ്സിലായ? 4 പിന്നെ DNS KTM ആ ഫൈറ്റ് കിട്ടും. മറ്റേ ഫൈറ്റ് തീർന്നു തോന്നുന്നു. DNS ബെല്ലാരി KTM ഉണ്ട്, ബെല്ലാരിയും ഉണ്ട്. 2 പേരും അടിക്കുന്നുണ്ട്. എന്താവും എടാ ഇവൻ ഒറ്റയ്ക്ക് വന്ന് അടിച്ചതാടാ ബാക്ക് ചെയ്യുന്നവൻ. മനസ്സിലായി? ഡൗൺ ആയിട്ടുണ്ട്. DNS CSK മൊത്തം മര പിടിച്ച് ബെല്ലാരി വാസ സോജി. ഞാൻ പറഞ്ഞു മന്ദാരാണ് ചർച്ചക്കാൻ പോണത്. സോജി വാസസ് ബെല്ലാരി. അവരെ പുറകിൽ ഇല്ല വന്ന് ബെല്ലാരി ഫുള്ളെടുത്ത്
DNS നൗഷാദ് ബെല്ലാരി ഇനി ഓജി രണ്ടുപേരും കൂടെ ഓജി ഇപ്പൊ അവന്മാര് വണ്ണം ബെല്ലാരി പെഡ്രി അതെവിടെ നിന്ന് അടിച്ച് ആ ഇവിടെ അടിച്ച് ഓബ്ജി എടുത്തിനെടുത്ത് കണ്ണാപ്പി ഉണ്ട് അതോ ഓജിയിലെ ഡൗണ് പറയണേ ആള് കത്തിയാ പറയണേ തിരക്കുന്നല്ലേ കണ്ണാപ്പിയെ ബുഷസിൽ ഇരിക്കാൻ പാടില്ല അങ്ങനെ 114 ഇവന്മാർ റീഗ്രൂപ്പ് ആയിട്ടാ അവര് അവൻ രക്ഷപ്പെട്ട് ആ വണ്ടി ഇപ്പൊ പൊട്ടിത്തെറിക്കും മിക്കവാറും അവൻ ചത്ത് അവനെ അവൻ ചത്ത് രണ്ടുപേരും ചത്ത് ഒരുത്തനോട് രക്ഷപ്പെട്ട് ഓജി പിന്നിൽ ഓടി മിന്നൽ ഇതും കൂടെ ഉള്ളെന്ന് തോന്നുന്നു കേട്ടാ ഓടി അടിക്കാൻ നോക്കാം അവനവിടെ അവൻ ചത്ത് ഡേവിഡ് ചത്ത് ആ മിന്നൽ ഓടി ഡേവിഡ് ബാക്കിയുള്ള ടീമൊക്കെ അവിടെ പോയി ഡേവിഡിനെ എടുത്തോ ഓ അതെ ജബ്ബാറ് ഓ ഇത്രയുണ്ട് ഇങ്ങോട്ടുണ്ടല്ലേ ഇനി ആളുണ്ടോ എവിടെ CSK വേറെ സോൺ ചെറുതായിരുന്നു CSK KTM ഇവിടുത്തെ നൈസ് കളി ഡാമേജ് കുറവാണ് ഇപ്പൊ വീണ്ടും റീലോഡിൽ ആരെങ്കിലും അടിക്കും SBB versus AKM വെക്കാൻ തള്ളുന്ന ഡേവിസ് വൺ HP. ഓ KV AKM ബാബ എടുത്തു ടെക്കനെ എടുത്തു നല്ല അടി റിയോ ഡൗൺ ഓ KV അടുത്ത് വെക്കുന്നത് AKM റിയോ SBBയിലെ വാസ്കോ ഡൗൺ ആയിട്ടുണ്ട് ക്വാർട്ടർ SBB അൾട്രോൺ ഡൗണ് AKMലെ ബാബ സെക്കൻഡ് ഡൗൺ ആയിട്ടുണ്ട് ഹിറ്റ്മാൻ ഓ നാറി ഓ അവര് കറങ്ങി വന്നു കേട്ടാ ആ നാറി ഡൗണ് DPY ചാവത്തു DPY ഇത്ത് SBB AKM ഇനിയുണ്ടോ AKM ഇനിയുണ്ടോ AKM മിന്നല് ഓപ്പണില് കത്തി AKM ഏവിസ് ദേവ് എന്ന് പറഞ്ഞ ഓപ്പണിൽ ഇറങ്ങി ഇല്ല കത്തിയില്ല കണ്ടില്ലെന്ന് തോന്നുന്നു ഓ ബെല്ലാരി SBB വാസ്കോ ദേ കണ്ണ് കൈ വന്നിട്ടില്ല റിലോഡ് ചെയ്യാൻ തോന്നുന്നു കത്തി കളിക്കുന്ന ഞാൻ വാസ്കോ അവന്റെ കണ്ണ് റിലോഡ് ആയി കാണണം മിക്കവാറ് AKM SBB ഹിറ്റ്മാൻ ഡൗണ് ഹോക്കി ഡൗണ് ഓ കക്കാശി ഏതാ അടി നൈസ് കളി വൺ മാൻ ഷോ കാണിക്കൂടാ AKM പറഞ്ഞിറങ്ങി ഇതെന്താ ഇത് ഇവന്റെ ഇവന് ബാക്കർ ലോസ് അടിച്ച് ഇവനാണോ ബാക്കിലോട്ട് ഇവന്റെയാണ് ബില്ലിയൻ ഒന്ന് എടുക്കാണോ ബില്ലിയൻ ആ ഉണ്ട് 12 ബില്ലുണ്ട് ബില്ലുണ്ട് പക്ഷെ അടിക്കുന്നില്ല ജപ്പാന്റെ 5 എടുത്തിട്ടുണ്ട് നരീനെ ബെല്ലാരി സൈറോൺ ചിങ്പങ്ങനെ എടുത്തിട്ടുണ്ട് ബെല്ലാരി തുമ്പടോ ലഗസി പിന്നെ ഇവിടെ വന്ന് ഇറങ്ങുന്നു ഇപ്പൊ ഇറങ്ങി തുടങ്ങി തോന്നുന്നു ലഗസി അടുത്തല്ല ഡാൻസ് എടുത്തു കൊടുത്ത് ബൂമറിനെടുക്കുക നമുക്ക് നോക്കാം ബെല്ലാരി തുമ്പടു ഓക്കെ ബെല്ലാരി AKM റിയോനെ അടിക്കുന്നു മറ്റേ ബെല്ലാരി സൈറോൺ എന്തായിരുന്നു ബ്രോ കാണുന്നില്ലേ എന്തായിരുന്നു AKM റിയോ വീണു AKM നാറി നമുക്ക് CSK ന്റെ ഫൈറ്റ് പോയി നോക്കാം DNS തോന്നുന്നു ബാക്കിൽ കുത്തിയിട്ടുണ്ട് CSK വാസ്റ്റേഴ്സ് DNS വാസ്റ്റേഴ്സ് ഇവിടെ 3 ടീം കാണാം KTM DNS ഉണ്ട് DNS KTM ഡൗൺ എടുക്കുന്നുണ്ട് ഏകദേശം അല്ല സ്റ്റാർട്ട് കഴിയാനായി ബ്രോ അഖിൽ ബ്രോ കഴിയാനായി നൗഷാദ് വാസ്റ്റേഴ്സ് ടോണി KTM ഏകദേശം ഡൗൺ സാമുന് ഡൗൺ എടുക്കാൻ നമുക്ക് നോക്കാം സാമു ഡൗൺ ആയോ ഇല്ല നൗഷാദിനാണ് കിട്ടുന്നു
ഓക്കെ സാമു ഡൗൺ CSK വാസ്റ്റേഴ്സ് DNS നമുക്ക് ഫൈറ്റ് കാണാം. CSK അതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഓക്കെ അടിയടാ മക്കളെ. സ്റ്റാവിനെ എടുക്കുന്നു. CSK ഡിമൻ നൗഷാദിനെ എടുക്കുന്നുണ്ട് അവിടെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ബെല്ലാരിയാണ് അവിടെ. ഈ ബെല്ലാരി ഓക്കെ അവിടെ സ്പീഡിനെ കൊന്നെന്ന് തോന്നുന്നു. നോക്കുകയാണെങ്കിൽ നമുക്ക് CSK അവിടെ നിന്ന് ഇറങ്ങിയത് കാണാം. പേര് മാറ്റിയാ CSK എന്ന് പറയുന്നത് KTMന്റെ ഒരാളുള്ളൂ. KTM കിപ്പോ നല്ല അടിയിട്ടുന്നു. കിപ്പോ ഡൗൺ. DNS എല്ലാരും ഏകദേശം ഓജി വണ്ടി എടുത്തു. ഓക്കെ ഓജി ഫസ്റ്റ് തന്നെ അവരുടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് കടലില്. ഇവിടെ നല്ല അടി കിട്ടുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ വേറെ ആരും വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടില്ല, കാണുന്നില്ല. ഇവിടെ KTM സുനിത്. ഇവിടെ CSK കാണാം. CSK ഏകദേശം കുറച്ച് പേരുണ്ട്. അതിന് സോം വെള്ളത്തിൽ വരത്തില്ലല്ലോ, കരയിലല്ലേ വരത്തുള്ളൂ. DNS ഓപ്പണിലോട്ട് വന്നു. KTM ലോഞ്ചത്ത് നോക്കാം. SPB ബാക്കിയുണ്ടോ? അതെ, SPB കക്കാസി ലെഗസിയും ബാക്കിയുണ്ട്. ബെല്ലാരി ബാക്കിയുള്ളൂ. നമ്മള് ഇപ്പോ അടി കിട്ടുന്നു. KTM കിപ്പോ മുങ്ങി. DNS ഡബ്ല്യു അടിച്ച് കയറുന്നുണ്ട് കിപ്പോടെ എതിരെ. KTM സാമു ഇവിടെ KTM സ്റ്റോണി. KTM 4 പേരാണുള്ളത്. ഇതിന് മാത്രം സാമു കിപ്പോ സ്റ്റോണി. ഓക്കെ ഇതിന് മാത്രം ഡൗൺ എടുക്കുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓജിയുടെ കയ്യിൽ നിന്നും സാമുവിന് അടി കിട്ടുന്നുണ്ട്. ഇവിടെ സാമുവിന് നല്ല അടി കിട്ടുന്നു ഓജിയുടെ കയ്യിൽ നിന്ന്. അവിടെ CSK ഫൈറ്റ് നോക്കുകയാണെങ്കിൽ CSK ഡബ്ല്യു അടിച്ച് കയറുന്നുണ്ട് KMന്റെ അടുത്തായിട്ട്. അവിടെ DNS വരുന്നുണ്ട്. അവിടെ DNS വരുന്നുണ്ട്. CSK കയറി വരുന്നു. SPB 2 പേരുണ്ട്. ലഗസിയും കക്കാച്ചിയും കാണുന്നില്ല എവിടെയാണ്. നോക്കാം. ഓക്കെ ഇവിടെ CSK ഉണ്ട്. KTM സാമു. ഓജി വാസ്റ്റേഴ്സ് ഡബ്ല്യു അടിച്ച് കയറുന്നുണ്ട്. ഓക്കെ അവിടെ എല്ലാം അറിഞ്ഞ DNSഉം CSK ഫൈറ്റ്. ചന്ദ്രൻ ചത്ത്. ഓജി വാസ്റ്റേഴ്സ് നമുക്കൊരു ഫൈറ്റ് കാണാം. ഇവിടെ ഓജിക്ക് നല്ല അടി കിട്ടുന്നു. രണ്ട് സൂയിസൈഡും ഇതായിരുന്നു. ഓജി ഓടുകയാണ്, ഫയർ ചെയ്യുന്നില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല അടി കിട്ടുന്നുണ്ട്. ഓജി എടുത്ത് നമ്മളെ ഫൈറ്റ് എവിടെയാണെന്ന് പോലും അടിച്ചു കയറുന്നു. SPB ലെഗസി ഇതാ. ഇവിടെ ലെഗസി മാത്രമേ ഇനി ബാക്കിയുള്ളൂ തോന്നുന്നു കേട്ടോ. ഓക്കെ SPB ഇനി ലെഗസി മാത്രമേ ബാക്കിയുള്ളൂ. ബെല്ലാരി സൈറോൺ ഇതിനകത്തുണ്ട്. ഇവിടെ ഇതിനകത്ത് നിൽക്കുന്നു സൈറോൺ. ഓജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട്. പിന്നാലെ തന്നെ ഓജിനെ അടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് KM പിന്നാലെ തന്നെയുണ്ട്. ഓക്കെ ഇവിടെ നോക്കുകയാണെങ്കിൽ SPB ലെഗസി ഇവിടെ ഉണ്ട്. ലെഗസി മംഗലശ്ശേരി കുറുപ്പ്. CSK അവിടെ കയറുന്നു. CSK KM അടിക്കാനാണെന്ന് തോന്നുന്നു. KM ബൂമർ നല്ല അടി കിട്ടുന്നുണ്ട്. KM ബൂമർ ഡൗൺ. നീലയില് 3 ലൈഫ് ഉണ്ട്. CSK വേഴ്സസ് KM നമുക്കൊരു ഫൈറ്റ് കാണാം. CSK ഡബ്ല്യു അടിച്ച് കയറി വരുന്നുണ്ട്. CSKയുടെ ബാക്കിലൂടെ DNS വരുന്നുണ്ട്. ഇവിടെ DNS ഇവിടെ പെട്ട അവസ്ഥയാണ്. SPB ലെഗസി KM ബൂമർ മുകളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ CSK KM ഡബ്ല്യു അടിച്ച് കയറുന്നു. CSKയുടെ അടുത്തായിട്ട് അണ്ണ ഈ ബിൽഡിങ്ങിലാ സോം വന്നത്. ഈ ബിൽഡിങ്ങിൽ കയറി വന്നവര് ബൂമറിനെ കണ്ടിട്ടില്ല തോന്നുന്നു. ഓക്കെ ഇവിടെ
നമുക്ക് കാണാം ഓ താഴെ അടി കേട്ടോ. DNS ബാക്ക് വലിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഓപ്പൺ ഫൈറ്റ് ആവടാന്ന് കരുതിയിട്ടാണ് തോന്നുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്തു മന്ദാരം ഉണ്ടെണ്ണത് ഇപ്പൊ ഒരു അടിയുണ്ട് മന്ദാരത്തിന്റെ അവിടെ. ഇവിടെ നോക്കുകയാണെങ്കിൽ മന്ദാരക്കാരൻ അടിയിടുന്നു. മന്ദാര ലെഗസി ഇപ്പോഴും ഹോൾഡ് കളിക്കുന്നു. ലെഗസിയുടെ അടുത്തോട്ടാണ് ഏക്കം വരുന്നത് തോന്നുന്നു. ഓക്കെ എടാ അവൻ ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കിയടാ ലെഗസി. ലെഗസി മാക്സിമം ട്രൈ ലെഗസിനെ കണ്ടിട്ടില്ല. ഇവിടെ ലെഗസി വാസസ് മിന്നിൽ നമുക്ക് ഫൈറ്റ് കാണാം. ബാലിനൊന്നും കളിച്ചില്ല. ഓക്കെ ലെഗസി ബൂമറിനെ തന്നെ ഹോൾഡ് ചെയ്യുന്നു. AKM ബൂമർ വേഴ്സസ് DNS എവിടെ? DNS അല്ലേ ചത്ത? ബൂമർ കണ്ടിട്ടുണ്ട്. ബൂമർ ലെഗസി നമുക്ക് ഫൈറ്റ് കാണാം. ഓ ലെഗസി ബൂമർ 1v1. ബൂമറിയത്ത് ലെഗസി പെട്ടുപോയി. ലെഗസി ഡൗൺ. അപ്പൊ SPB ഫുൾ ഡൗൺ ആയിട്ടുണ്ട്. ബാക്കിയില് DNS ഇവിടെ KTM എടുത്തിട്ടുണ്ട്. KTM സാമു മാത്രം കൊച്ചക്കകത്ത് ബാക്കിയിട്ട് കാണിച്ചെടുത്താലോ. KTM സാമു CSK വാസസ് AKM. CSK അതിനകത്ത് ഇറങ്ങേണ്ട വരും. AKM എത്ര പേരുണ്ടോ? 1 2 3. AKM കൗണ്ട് കൂടുതലുണ്ട്. ബാക്കിയുള്ളത് AKM 1 2 3 4 5 ടീമാണ് കേട്ടോ. ബാക്കിയുള്ളത് 7 പേരുണ്ട്. AKM CSK ഇവിടെ AKM അടിക്കുന്നുണ്ട്. DNS പുഷ് ചെയ്യുമ്പോ CSK സോണിൽ നിന്ന് വരുമ്പോൾ അടിക്കാനുള്ള പ്ലാനാണ് തോന്നുന്നു. AKM തിരിച്ചാവും തോന്നുന്നു. CSK അടി വരുമ്പോ സോൺ ടിപ്പ് ഹോൾഡ് ചെയ്ത് കളിക്കണ KTM സ്റ്റോണി ഇതിനെ താഴത്തുണ്ട്. ആരും കണ്ടിട്ടില്ല. DNS കേട്ടോ. KTM സാമു ഇവിടെ AKM നല്ല അടി കിട്ടുന്നു. ആരാ? അവനെ അടിച്ചു. AKM സോൺ സേഫ് ആക്കാനാണ് തോന്നുന്നു ഇവിടെ വന്നിട്ടുണ്ട്. CSK എപ്പോഴും അതിനെ മുകളിൽ നിൽക്കാണ്. OG നോക്കുകയാണെങ്കിൽ OG കിപ്പോ അല്ല OG ഡേവിഡ് ഇവിടെ കമാരനെ പിടിച്ചേ. കമാരൻ ഡൗൺ. AKM നരി എടുത്തിട്ടുണ്ട് കമാരനെ. DNS AKM നമുക്കൊരു ഫൈറ്റ് കാണാം. ഇതിനുപരി ഇവിടെ നോക്കുകയാണെങ്കിൽ CSK എപ്പോഴും അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ബൂമറിന് അടി കിട്ടുന്നുണ്ട്. അവനെ പിടിച്ച് പോകാൻ പറ്റൂല. കില്ല് കൊടുക്കാണ്ട് സോണിൽ പോയി ചാവുന്നു. DNS സാമുവിനെ എടുത്തിട്ടുണ്ട്. സാമുവിനടുത്ത് അവിടെ നോക്കുകയാണെങ്കിൽ OG ഡേവിഡ് ഓടിച്ചിട്ടടിക്കണേ. OG ഡേവിഡ് ഇവനെ എപ്പോഴും 10 പേര് ഒരുമിച്ച് തല്ലും. OG ഡേവിഡ് താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. OG ഡേവിഡ് ഡൗൺ. ഓക്കെ CSK ആകെ ബാക്കിയുള്ളത് 3 ടീമാണ്. ഡാമേജ് നല്ലപോലെ പോകും ബ്രോ. നല്ലപോലെ പോകും. ഭയങ്കര ഡാമേജ് സോണിന്. നമ്മൾ 5 പേരേ ഉള്ളൂ. 5 പേര് ഇല്ല. നമുക്ക് കില്ല് കുറവാടാ. പൊസിഷന് വേണ്ടി കളിച്ചിട്ട് കാര്യമില്ല. കില്ല് കുറവാ. അല്ല ഇവരിപ്പോ 2 ടീം ഫൈറ്റ് ആയി കഴിഞ്ഞാൽ തേർഡ് പാർട്ടി അടിച്ചാലും മതി. അത്യാവശ്യം പിക്ക് കിട്ടും. ഇതെന്താ ഇവൻ പോയോ? ഇല്ല അവന് മ്യൂട്ട് ഇതുണ്ട്. ആൾക്കാരൊക്കെ പിടിച്ചെന്തോ. എല്ലാരും പോയി കൊള്ളുക. അല്ല ഫസ്റ്റ് അടിക്കണം. നോക്കുകയാണെങ്കിൽ ഫൈറ്റ് ഒന്നും നടന്നിട്ടില്ല. ഇവിടെ നടക്കൂല. ഇവിടെ നോക്കുകയാണെങ്കിൽ DNS ഇവിടെ ഉണ്ട്. DNS കൊച്ചക്കാലത്ത് വെക്കുന്നു. CSK സമാധാനമായിട്ടുള്ളൊരു സമയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം. സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാരും ഹോൾഡ് ജയിക്കുന്നു. ഫസ്റ്റ് അതായത് പൊസിഷൻ ബേസ്ഡ് ആര് കൊണ്ടുപോകുന്ന എല്ലാരും ഹോൾഡ്. DNS ടീം കിൽ ബേസ്ഡ് ആണ് നോക്കുക. നമ്മുടെ സൂയിസൈഡ് ചെയ്ത ഈ CSKയുടെ ലീഡർ ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് നോക്കണേ. പുള്ളി ഒന്ന് VC വരാൻ പറയണേ.
എല്ലാരും കത്താണല്ലോ. CSK നയിച്ച കണ്ണാപ്പി ഒന്ന് നോക്കുകയാണെങ്കിൽ സത്യം നല്ല ഊമ്പി ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അയ്യോ അത് ലാസ്റ്റ് ലൈഫ് ആയിരുന്നു. എന്റെ അടുത്ത് ഐജിയിൽ പറഞ്ഞ അനങ്ങണ്ടെന്ന് പറഞ്ഞു. ഐജിയിൽ പറഞ്ഞ അതിനപ്പുറം ചന്ദ്രനായിരുന്നല്ലേ അതും ചന്ദ്രൻ പെട്രോൾ പമ്പിൽ പോയി ഒരു വട്ടം അടിച്ച് കത്തി ലൈഫ് കളഞ്ഞ്. ഞാൻ ഫസ്റ്റ് പെട്രോൾ പമ്പിൽ സെക്കൻഡ് കൊണ്ട് വണ്ടി ഇടിച്ച് ഇവന്മാര് CSK വരുന്നത് എന്തായാലും തേർഡ് പാർട്ടി വരും. ഇല്ല, ഫൈറ്റ് ഒന്നും കമ്മിറ്റ് ചെയ്യുന്നില്ല. പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടാണ്. മേ ബി DNSഉം പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. DNSനെ കേറാൻ പറ്റും, അവിടെ നിന്ന് ഇവിടുന്ന് ഓടിക്കും. ഇല്ലടാ കേറാൻ പറ്റില്ല. AKM-നാണ് ഈ ഭാഗത്ത് വന്നാൽ CSK പവർ നേരെ പോയാൽ അവരടിക്കും, AKM അടിക്കും. ഇവിടെ ഇവരടിക്കും. കറക്റ്റ് അവന്മാരെ ഫ്രണ്ടിൽ നിന്ന് വലിഞ്ഞു പോയത് കണ്ടായിരുന്നു ആ സമയത്ത്. ലെഫ്റ്റ് ആംഗിൾ അവന്മാര് AKM 14%. DNS ലെഫ്റ്റ് ആംഗിൾ പോയ കുഴപ്പമില്ല. കണ്ടറിയാം അവന്മാര് പ്ലാൻ. എന്ത് പ്ലാൻ? ടൂർണമെന്റ് അങ്ങനൊന്നും പ്ലാൻ എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഗെയിം അങ്ങനെ പ്ലാൻ ചെയ്ത് കളിക്കാൻ ഭയങ്കര പാടാ ബ്രോ. നമ്മള് എന്തേലും ഇതാക്കുന്ന മാത്രം ഇങ്ങനെ അത് പറയണത് ഇതുവരെ അങ്ങനൊന്നും എന്തായാലും തോന്നിയിട്ടില്ല. ഡിലേ ഉണ്ട് ബ്രോ, ഡിലേ ഒക്കെ ഉണ്ട്. ഇത് നമ്മളടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അല്ലെങ്കിൽ സോൺ ഔട്ട് ഇരുന്ന ഹീലോ എടുത്തിട്ടാണ് ഇവന്മാര് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ലൈഫ് കൊണ്ടിടാ. DNS 31 CSK ഇനി കില്ലൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെക്നിക്കലി CSK ക്വാളിഫൈ ആവും. 5 കില്ല് എടുക്കണം. CSK ചത്തെങ്കിലും ക്വാളിഫൈ ആവും കിൽ ബേസ്ഡ്. ഓക്കെ, 5 കില്ല് എടുത്തിട്ട് ചാവണം. ഒരു വെടി 2 വെടിയൊക്കെ വിട്ടിട്ട് ഞങ്ങൾ വെടിവെക്കുമെന്ന് പറഞ്ഞിട്ട് DNS ഒരു വെടി, CSK നിങ്ങൾ വെടിവെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് 10 ഇല്ലില്ല 10 DNS കോച്ച് അറിയാമോ? അത് കാരണം ആരും കാണും, ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നില്ല എല്ലാരും, അതുകൊണ്ടാണ് കാണിക്കാത്ത. പെട്ടെന്ന് സോണിന്റെ സ്പീഡ് കുറഞ്ഞ പോലെ അവിടുന്ന് കുറച്ച് പോരല് തുടങ്ങിയാ പറയും. കോച്ച വീരന്മാരുണ്ടേ, കണ്ണാപ്പിയാണ് അത്. അത് എന്നെ പോലെ കൂടുതലുണ്ടേ DNS. ഞാന് വെച്ച് അപ്പുറത്തെ ടീമിലൊക്കെ ശരിയായി ഒരു വെടി 2 വെടി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. DNS റോക്കറ്റ്, ഒരു റോക്കറ്റ് വിട്ടിട്ടുണ്ട്. മിന്നൽ വിടുമോ? ഇവിടെ ഫൈറ്റൊന്നും ഒന്നുമില്ല. സോണ് ഇത്രയും കൂടെ ഉണ്ട്. ഓപ്പൺ ഫൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവിടെ മേ ബി ഓപ്പൺ ഫൈറ്റ് ആവും. സോണ് AKM-നാണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് എന്ന് തോന്നുന്നു. CSK പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ടാണ് സോൺ വരുന്നത്. CSK-ലോട്ട് സോൺ പോവാണ് മനസ്സിലായി. മറ്റേ അവിടുത്തെ ബിൽഡിംഗ് ഇപ്പൊ DNS-ന് ഇറങ്ങേണ്ടി വരുന്നുണ്ട്. 16 അനങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ DNS-നോട് CSK പുഷ് ചെയ്യണം കേട്ടോ ആ സൈഡ്. സോൺ കിട്ടത്തില്ല. AKM-നും ഇപ്പൊ അത് പണിയാൻ അഡ്വാൻറ്റേജ് ഉണ്ടാ. പറ്റത്തില്ല. റൈറ്റ് ആംഗിൾ 4 പേരുള്ളൂ. 5 പേര്. 5 പേരെ
കഥ പറയാൻ വേറെ പൊസിഷൻ ഇല്ല. CSK 5 പേരുണ്ട്. പുഷ് ചെയ്തവര് നോക്കുകയാണെങ്കിൽ പുഷ് ചെയ്തു. നമുക്ക് 3 ഇവര് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പേരുണ്ട്. DNS പുഷ് ചെയ്തടാ. third party അടിക്കാൻ ഇവിടെ നമുക്കൊരു ഫൈറ്റ് കാണാം. ഫൈറ്റ് കാണാം. ഓക്കെ, DNS വേഴ്സസ് CSK വളരെ അടിപൊളിയിട്ടുണ്ട്. മണ്ടലും കേറി. AKM ആ തന്ത്രം നോക്കി CSK അടിക്കുമോ നമുക്ക് നോക്കാം. നമുക്ക് CSK ഡൗൺ, CSK മന്ദാര ഡൗൺ. അതെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ AKM അതിന്റെ അടിയിൽ വന്ന് കയറി അടിക്കുന്നു. ഇവിടെ CSK ഏകദേശം ഡൗൺ ആയിട്ടുണ്ട്. CSK നീലകണ്ഠൻ, മംഗലശ്ശേരി കുറുപ്പ്, നോർക്കി ഡൗൺ. അപ്പോ നമുക്ക് AKM വേഴ്സസ് DNS ആണ് ഓപ്പൺ ഫൈറ്റ് വരുന്നത്. CSK മന്ദാര മുകളിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. CSK മന്ദാര DNS വേഴ്സസ് ഇനി ആരെങ്കിലും ഇറങ്ങാൻ കുറുപ്പൊക്കെ ചെത്തോ മൂന്നോട്ടം. AKM DNS നല്ല അടിക്കുന്നു. DNS DNS സബർജല്ലി കയറി വരുന്നു. സബർജല്ലിനെ അടിക്കുമ്പോ നമുക്ക് നോക്കാം. സബർജല്ലിയിൽ മോണ്ടേജിലുള്ള എല്ലാം ആയിട്ടുണ്ടേ. സബർജല്ലി ഓരോരുത്തരെ പോയി എടുക്കുന്നു. സബർജല്ലി സബർജല്ലി കുറുപ്പ് വന്ന് ഇറങ്ങിയതാ. നരി ഡൗൺ ആവുമോ ഇല്ല നമുക്ക് നോക്കാം. നരി ഡൗൺ. ഓക്കെ, നരി ഡൗൺ ആയിട്ടുണ്ട്. AKM ഏകദേശം ഡൗൺ ആയി. AKM നോക്കുകയാണെങ്കിൽ CSK മംഗലശ്ശേരി മാത്രമേ ബാക്കിയുള്ളൂ. നോക്കാം. കുറുപ്പ് അവിടെ ഹീൽ ചെയ്ത് നിന്നിട്ടുണ്ട്. കുറുപ്പ് കമ്മിറ്റ് ചെയ്തു. CSK ഫുൾ ഡൗൺ. ഓക്കെ, DNS വിൻ. ടെക്നിക്കൽ